ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആവാം. മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻസ് ആണ്. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് ഹൈ കോൺസെൻട്രേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ ബാക്ടീരിസിഡൽ ആക്ഷനാണ് ഉണ്ടാവുക. ലോ കോൺസെൻട്രേഷനിൽ ബാക്ടീരിയൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുമ്പോൾ ഹൈ കോൺസെൻട്രേഷനിൽ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഏജൻസാണ് മാക്രോലൈഡ്സ്. എങ്ങനെയാണ് മാക്രോലൈഡ്സിന് ആ പേര് കിട്ടിയത്? ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നോക്കിയാൽ ഒരു മാക്രോസൈക്ലിക് ലാക്ടോൺ റിങ് കാണാൻ സാധിക്കും. ഈ മാക്രോസൈക്ലിക് ലാക്ടോൺ റിങ്ങിൻ്റെ പ്രസൻസ് കാരണമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഈ ഗ്രൂപ്പിന് മാക്രോലൈഡ് എന്ന പേര് ലഭിച്ചത്. സ്ട്രക്ചറിൽ മാക്രോസൈക്ലിക് ലാക്ടോൺ റിങ് മാത്രമാണോ ഉള്ളത്? അല്ല. ഈ ലാക്ടോൺ റിങ്ങിൻ്റെ അറ്റാച്ച്മെൻ്റായിട്ട് കുറേ ഡിയോക്സി ഷുഗേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചില മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സിന് ഒരു ഡിയോക്സി ഷുഗറാണ് ഉണ്ടാവുകയെങ്കിൽ മറ്റു ചില മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സിന് ഒന്നിലധികം ഡിയോക്സി ഷുഗർ കാണപ്പെടുന്നു. ഏതൊക്കെയാണ് മാക്രോലൈഡ്സിൽ വരുന്ന ആൻറ്റിബയോട്ടിക്സ്? എരിത്രോമൈസിൻ, അസിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ, റോക്സിത്രോമൈസിൻ, സ്പൈറാമൈസിൻ ആൻഡ് ടെലിത്രോമൈസിൻ. ഇതിൽ ടെലിത്രോമൈസിൻ ഒരു മാക്രോലൈഡാണ്. പക്ഷേ ടെലിത്രോമൈസിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു. ടെലിത്രോമൈസിൻ്റെ ആ വിളിപ്പേരാണ് കീറ്റോലൈഡ്. കീറ്റോലൈഡ്സിൻ്റെ പ്രത്യേകത മറ്റ് മാക്രോലൈഡ്സിന് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കാത്ത ബാക്ടീരിയക്കെതിരെ പോലും ഇവയ്ക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും. പൊതുവെ മറ്റ് മാക്രോലൈഡ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് കീറ്റോലൈഡിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് കുറച്ചുകൂടി പവർഫുള്ളായ ഏജൻ്റാണ് കീറ്റോലൈഡ്സ്. അതിനൊരു എക്സാമ്പിളാണ് ടെലിത്രോമൈസിൻ. ഇനി മാക്രോലൈഡ്സിൻ്റെ ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം ഒന്ന് നോക്കാം. ഓരോ ഡ്രഗ്സായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് എരിത്രോമൈസിൻ ആണ്. എരിത്രോമൈസിൻ ഒരു നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. വളരെ കുറച്ച് ബാക്ടീരിയക്കെതിരെ മാത്രമേ എരിത്രോമൈസിൻ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിൽ എരിത്രോമൈസിൻ പ്രധാനമായിട്ട് ആക്റ്റീവായിട്ടുള്ളത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയാണ്. ഇതുകൂടാതെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ചിലതിനെതിരെയും എരിത്രോമൈസിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ ബാക്ടീരിയ. എരിത്രോമൈസിൻ്റെ മറ്റൊരു പ്രത്യേകത പെനിസിലിൻ ജി ഉപയോഗിക്കാൻ പറ്റുന്ന പല കേസസിലും എരിത്രോമൈസിനും ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെനിസിലിൻസിനോട് അലർജിയുള്ള ആൾക്കാർക്ക് എരിത്രോമൈസിൻ കൊടുക്കാൻ സാധിക്കും. ഇനി ക്ലാരിത്രോമൈസിൻ്റെ ആൻറ്റിമൈക്രോബിയൽ സ്പെക്ട്രമാണ് പറയുന്നത്. എരിത്രോമൈസിൻ്റെ ഏതാണ്ട് അതേ സ്പെക്ട്രം തന്നെയാണ്. ക്ലാരിത്രോമൈസിൻ്റെ ഒരു പ്രത്യേകത ഹെലിക്കോബാക്ടർ പൈലോറിക്കെതിരെ നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ അതിന് സാധിക്കും. ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ആണ് പെപ്റ്റിക് അൾസർ ഉണ്ടാവാനുള്ള ഒരു കാരണം. പെപ്റ്റിക് അൾസർ ഉള്ളവർക്ക് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാരിത്രോമൈസിൻ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഡ്രഗ് അസിത്രോമൈസിൻ ആണ്. എരിത്രോമൈസിനെ കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയ സ്പെക്ട്രമാണ് അസിത്രോമൈസിനുള്ളത്. പക്ഷേ ഗ്രാം പോസിറ്റീവ് കോക്കൈ വിഭാഗത്തിൽ വരുന്ന ബാക്ടീരിയക്കെതിരെ അസിത്രോമൈസിൻ അത്ര കണ്ട് ആക്റ്റീവ് അല്ല. കോക്കൈ ഈസ് എ ബാക്ടീരിയ വിത്ത് റൗണ്ട് ഷേപ്പ്. ഇനി അസിത്രോമൈസിൻ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസിനെതിരെയാണ് ആക്റ്റീവ് എന്ന് നോക്കാം. എച്ച്. ഇൻഫ്ലുവൻസെ, മൈക്കോപ്ലാസ്മ, ക്ലാമിഡിയ ന്യൂമോണിയെ, ലിഗോണെല്ല, മൊറാക്സെല്ല. ഈ പറഞ്ഞതൊക്കെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത് കൂടാതെ മറ്റ് ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഏജൻസിനെതിരെയും അസിത്രോമൈസിൻ എഫക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്, എച്ച്. ഡുക്രി, പെനിസിലിനേസ് പ്രൊഡ്യൂസിങ്
എൻ ഗൊണോറിയ, പെനിസിലിനേസ് പ്രൊഡ്യൂസിങ് സ്റ്റഫൈലോകോക്കസ്. ഇനി മാക്രോലൈഡ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. മാക്രോലൈഡ്സ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൻ്റെ മെക്കാനിസം ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നത് വഴിയാണ് നടക്കുന്നത്. എങ്ങനെയാണ് ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് തടയപ്പെടുന്നത്? അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇനി പറയുന്നത്. മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക് ഒരു ബാക്ടീരിയയുടെ അകത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ റൈബോസോമിലെ 50S സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. റൈബോസോമിന് പ്രോട്ടീൻ സിന്തസിസിൽ ക്രൂഷ്യൽ റോളുകൾ ചെയ്യാനുണ്ട്. റൈബോസോം ചെയ്യുന്ന ഒരു ജോലി mRNAൻ്റെ റീഡിംഗ് ആണ്. mRNAയുടെ റീഡിംഗ് പ്രോസസ്സിനൊന്നും ഇവിടെ കാര്യമായ തകരാറ് സംഭവിക്കുന്നില്ല. mRNAയ്ക്ക് കോഡോൺസിനെ കൃത്യമായി റീഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് കോഡോൺസിൽ അടങ്ങിയ ന്യൂക്ലിയോടൈഡ് ഏതാണെന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ mRNAയ്ക്ക് സാധിക്കും. mRNA എന്ന ട്രാക്കിൻ്റെ പുറത്ത് നിൽക്കുന്ന റൈബോസോം എന്ന ട്രെയിന് ഒരു പർട്ടിക്കുലർ സൈറ്റിലുള്ള കോഡോൺസിൽ ഏതൊക്കെ ന്യൂക്ലിയോടൈഡാണ് ഉള്ളത് എന്ന് വായിച്ചെടുക്കുന്നു. അഡിനിനാണോ, ഗ്വാനിനാണോ, സൈറ്റോസിനാണോ, യുറാസിലാണോ എന്ന് കൃത്യമായി വായിച്ചെടുക്കുന്നു. 3 ന്യൂക്ലിയോടൈഡാണ് ഒരു കോഡോണിലുണ്ടാവുക. അത് വായിച്ചെടുത്തതിന് ശേഷം കറസ്പോണ്ടിങ് tRNAയും അമിനോ ആസിഡും വന്ന് അവിടെ അറ്റാച്ച് ആവും. ഇനിയാണ് മാക്രോലൈഡിൻ്റെ കളി ആരംഭിക്കാൻ പോകുന്നത്. മാക്രോലൈഡ് റൈബോസോമിൽ ഓൾറെഡി അറ്റാച്ച്ഡ് ആണല്ലോ. റൈബോസോമിൻ്റെ 50S സബ് യൂണിറ്റിൽ ഇപ്പോൾ മാക്രോലൈഡ് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു കാരണം കൊണ്ട് റൈബോസോമിന് അടുത്ത പൊസിഷനിലേക്ക് നീങ്ങാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഒരു സ്ഥലത്തുള്ള കോഡോണ് റീഡ് ചെയ്താൽ റൈബോസോം എന്ന ട്രെയിന് mRNA എന്ന ട്രാക്കിലൂടെ കുറച്ച് മുമ്പോട്ട് നീങ്ങണം. ഇത് അടുത്ത പൊസിഷനിലുള്ള കോഡോണ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവ്മെൻറ്റ് നടക്കാതെ വരും. ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് വന്ന അമിനോ ആസിഡ്സ് ഒക്കെ ചേർന്നുണ്ടായ പെപ്റ്റൈഡ് ചെയിന് ഇപ്പോൾ പുതിയതായി വന്ന അമിനോ ആസിഡിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഈ സമയത്ത് നടക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കാം. റൈബോസോം mRNA കോംപ്ലക്സിൽ ബൈൻഡ് ചെയ്യുന്ന tRNAനെ 2 പേരുകൾ വിളിക്കാൻ സാധിക്കും. അതിലൊന്ന് ഗ്രോ ചെയ്യുന്ന പെപ്റ്റൈഡ് ചെയിന് അറ്റാച്ച്ഡ് ആയ tRNA ആണ്. അതിനെ പെപ്റ്റിഡൈൽ tRNA എന്ന് വിളിക്കാം. പെപ്റ്റിഡൈൽ tRNA ഒരു നീളത്തിലുള്ള പെപ്റ്റൈഡ് ചെയിനിനെ വഹിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. അടുത്തൊരു tRNA പുതുതായി വരുന്ന tRNA ആണ്. ആ tRNAനെ അമിനോ അസൈൽ tRNA എന്ന് വിളിക്കാം. ആ tRNA പുതുതായി ഒരു അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് അമിനോ അസൈൽ tRNA ഒരു പുതിയ അമിനോ ആസിഡിനെ വഹിച്ചുകൊണ്ടാണ് നിൽക്കുക. ഈ 2 tRNAയും ഇപ്പോൾ mRNA റൈബോസോം കോംപ്ലക്സിൽ അറ്റാച്ച്ഡ് ആണ്. ഇനിയിപ്പോൾ റൈബോസോം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം. ആ സമയത്ത് പെപ്റ്റിഡൈൽ tRNAയുടെ പുറത്തുള്ള പെപ്റ്റൈഡ് ചെയിന് അവിടെ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പുതുതായി വന്ന tRNAയിൽ അറ്റാച്ച്ഡ് ആവും. പുതുതായി വന്ന tRNAയിൽ അമിനോ ആസിഡ് ഉണ്ടല്ലോ, ആ അമിനോ ആസിഡുമായിട്ടാണ് അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പോൾ പുതുതായി വന്ന ഈ tRNA നിലവിൽ പെപ്റ്റിഡൈൽ tRNA ആയിട്ട് മാറും. ബിക്കോസ് പെപ്റ്റൈഡ് ചെയിൻ ഇപ്പോൾ നിൽക്കുന്നത് പുതുതായി വന്ന tRNAയുടെ കൂടെയാണ്. പഴയ tRNAയ്ക്ക് ഇപ്പോൾ ആരുമില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെപ്റ്റൈഡ് ചെയിനാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറി പുതിയ tRNAയിലേക്ക് അറ്റാച്ച്ഡ് ആയത്. അപ്പോൾ പഴയ tRNA ആരും ഇല്ലാതാവുമ്പോൾ ഈ പ്രോസസ്സിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആയി, അതായത് mRNA റൈബോസോം കോംപ്ലക്സിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആയി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ പ്രോസസ്സിനെ നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കാം. ഇവിടെ പെപ്റ്റിഡൈൽ tRNAയുടെ ഒരു പുതുക്കലാണ് നടക്കുന്നത്. നിലവിലുള്ള പെപ്റ്റിഡൈൽ tRNA മാറി
പുതിയൊരു പെപ്റ്റിഡൈൽ ടിആർഎൻഎ ഉണ്ടാവുന്നു. ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. നിലവിലുള്ള പെപ്റ്റിഡൈൽ ടിആർഎൻഎ അതിൻ്റെ പുറത്തുണ്ടായ പെപ്റ്റൈഡ് ചെയിൻ പുതുതായി വന്ന അമിനോ ആസിഡ് ടിആർഎൻഎയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പുതുതായി വന്ന ടിആർഎൻഎ ആണ് ഇപ്പോൾ പെപ്റ്റിഡൈൽ ടിആർഎൻഎ ആവുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റെപ്പിനെയാണ് മാക്രോലൈഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പെപ്റ്റിഡൈൽ ടിആർഎൻഎയുടെ സ്ഥാനചലനം അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ് മാക്രോലൈഡ്സ്. ഈ ട്രാൻസ്ലൊക്കേഷൻ തടയാൻ മാക്രോലൈഡ്സ് ചെയ്യുന്നത് mRNAയുടെ പുറത്തുകൂടെ റൈബോസോമിൻ്റെ മൂവ്മെൻറ്റ് തടയുന്ന ഒരു ആക്ഷനാണ്. അതായത് റൈബോസോം എന്ന ട്രെയിൻ mRNA എന്ന ട്രാക്കിൽ കൂടി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് നീങ്ങുന്നതിനെയാണ് മാക്രോലൈഡ് തടയുന്നത്. ആ തടയൽ കാരണമാണ് പെപ്റ്റിഡൈൽ ടിആർഎൻഎയുടെ ട്രാൻസ്ലൊക്കേഷൻ തടയപ്പെടുന്നത്. ട്രാൻസ്ലൊക്കേഷൻ തടയപ്പെട്ടാൽ പെപ്റ്റൈഡ് ചെയിൻ പുതുതായി വന്ന അമിനോ ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ് തടയപ്പെടും. അൾട്ടിമേറ്റ്ലി പ്രോട്ടീൻ സിന്തസിസ് തടയപ്പെടും. പ്രോട്ടീൻ സിന്തസിസ് നടക്കാതെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മാക്രോലൈഡ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ടാക്കുന്നത്. ഇനി മാക്രോലൈഡ്സിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ഡ്രഗ് എരിത്രോമൈസിൻ. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രസൻസിൽ എരിത്രോമൈസിൻ ഇനാക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് എരിത്രോമൈസിൻ എൻറ്ററിക് കോട്ടഡ് ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ആസിഡ് മീഡിയത്തിൽ ഡിസോൾവ് ആവില്ല. നമുക്കറിയാം സ്റ്റൊമക്കിൽ ആസിഡ് മീഡിയമാണ് ഉള്ളത്. അതേസമയം സ്റ്റൊമക്കിൻ്റെ താഴോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ, അതായത് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ ഇത് ഡിസോൾവ് ആവും. ഈ കോട്ടിങ് ആൽക്കലൈൻ മീഡിയത്തിൽ ഡിസോൾവ് ആവുന്നതാണ് ഇതിന് കാരണം. ഇൻറ്റസ്റ്റൈനിലുള്ള pH ആൽക്കലൈൻ ആയതുകൊണ്ടാണ് ഈ കോട്ടിങ് അവിടെ ഡിസോൾവ് ആവുന്നത്. അവിടെ ഡിസോൾവ് ആവുമ്പോൾ ഉള്ളിലുള്ള എരിത്രോമൈസിൻ പുറത്തേക്ക് വരികയും അവിടെ നിന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇൻറ്റസ്റ്റൈൻ ആണ് അബ്സോർപ്ഷൻ്റെ പ്രധാനപ്പെട്ട സൈറ്റ്. എരിത്രോമൈസിനെ ഗ്യാസ്ട്രിക് ആസിഡ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഒരു മെത്തേഡ് കൂടിയുണ്ട്. അത് എരിത്രോമൈസിൻ്റെ എസ്റ്റർ ഫോം ഉണ്ടാക്കലാണ്. എരിത്രോമൈസിൻ്റെ എസ്റ്റർ ഫോം ഗ്യാസ്ട്രിക് ആസിഡ് സ്റ്റേബിളാണ്. സ്റ്റൊമക്കിൽ എസ്റ്റർ ഫോം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. എരിത്രോമൈസിൻ ഇങ്ങനെ എസ്റ്റർ ഫോമിൽ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഫോമിനെ നമുക്ക് പ്രോഡ്രഗ് എന്ന് വിളിക്കാം. ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ ബോഡിയിലെ എൻസൈം സിസ്റ്റം ഈ പ്രോഡ്രഗിനെ കൺവേർട്ട് ചെയ്ത് ഒരു ആക്റ്റീവ് ഡ്രഗാക്കി മാറ്റും. പ്രോഡ്രഗ് എന്നുള്ളത് എസ്റ്റർ ഫോം. അത് കൺവേർട്ട് ചെയ്ത് പ്യുവർ അസിത്രോമൈസിൻ ആയിക്കഴിഞ്ഞാൽ അതിനെ ആക്റ്റീവ് ഡ്രഗ് എന്ന് വിളിക്കാം. ആക്റ്റീവ് ഡ്രഗാണ് എപ്പോഴും തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാക്കുക. ഇനി എരിത്രോമൈസിൻ്റെ മെറ്റബോളിസത്തിനെ കുറിച്ചാണ്. എരിത്രോമൈസിൻ്റെ വളരെ കുറച്ച് പോർഷൻ മാത്രമേ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. എരിത്രോമൈസിൻ പ്രധാനമായിട്ട് ബൈൽ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. കിഡ്നി വഴി വളരെ കുറച്ച് എരിത്രോമൈസിനാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നി ഫെയിലർ ഉള്ള ഒരു പേഷ്യൻറ്റിന് എരിത്രോമൈസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ദാറ്റ് മീൻസ് കിഡ്നി ഫെയിലർ ഉള്ള ഒരാൾക്ക് എരിത്രോമൈസിൻ കൊടുക്കുമ്പോൾ ഡോസ് റിഡക്ഷൻ ആവശ്യമായിട്ട് വരില്ല. അടുത്ത ഡ്രഗ് ക്ലാരിത്രോമൈസിൻ ആണ്. ക്ലാരിത്രോമൈസിൻ്റെ ഓറൽ ബയോ അവൈലബിലിറ്റി കുറവാണ്. കാരണം ക്ലാരിത്രോമൈസിൻ നല്ല ഫസ്റ്റ് പാസ് മെറ്റബോളിസം നടക്കപ്പെടുന്ന ഒരു ഡ്രഗാണ്. കൊടുക്കുന്ന ഡോസിൻ്റെ 50% മാത്രമേ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. ബാക്കി 50% ബ്ലഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ലിവർ മെറ്റബോളൈസ് ചെയ്ത് കളയുവാണ്. ക്ലാരിത്രോമൈസിൻ്റെ 1/3 പോർഷനും കിഡ്നി വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി പോർഷൻ ബൈൽ വഴിയും പുറത്തേക്ക് എത്തുന്നു. അടുത്തത് അസിത്രോമൈസിൻ ആണ്.
അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അസിത്രോമൈസിൻ ഡിഫറെൻറ്റ് ടിഷ്യൂസിലേക്ക് എത്തിച്ചേരും. സെൽസിലെത്തുന്ന അസിത്രോമൈസിൻ അവിടെ നിന്ന് പതുക്കെ പതുക്കെ മാത്രമേ പുറത്തേക്ക് റിലീസ് ചെയ്ത് പോവുള്ളൂ. ദാറ്റ് മീൻസ് സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ബ്ലഡിലേക്ക് അസിത്രോമൈസിൻ പതിയെ 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 മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. ഇത് കാരണം അസിത്രോമൈസിൻ്റെ ഹാഫ് ലൈഫ് കൂടുന്നുണ്ട്. ഇതിന് നമുക്ക് ടെർമിനൽ ഹാഫ് ലൈഫ് എന്ന് വേണം വിളിക്കാൻ. ബിക്കോസ് ബ്ലഡിലുള്ള ഹാഫ് ലൈഫ് അല്ല ഇത്, പകരം ടിഷ്യൂവിലുള്ള ഡ്രഗിൻ്റെ ഹാഫ് ലൈഫാണ്. അങ്ങനെയുള്ള ഹാഫ് ലൈഫിനെ ടെർമിനൽ ഹാഫ് ലൈഫ് എന്ന് വിളിക്കാം. ടെർമിനൽ ഹാഫ് ലൈഫ് അസിത്രോമൈസിന് 50 hours മുകളിലാണ്. അപ്പോൾ ശരീരത്തിലെ സെൽസിനകത്ത് ഇത്ര നേരം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് അസിത്രോമൈസിൻ വൺസ് ഡെയിലി ഡോസിങ് മതിയാവുന്ന ഒരു ഡ്രഗാണ്. അസിത്രോമൈസിൻ എരിത്രോമൈസിനെ പോലെ തന്നെ പ്രധാനമായിട്ടും ബൈൽ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. റീനൽ എക്സ്ക്രീഷൻ വളരെ കുറവാണ്, ഓൺലി 10%. ഇനി മാക്രോലൈഡ്സിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്. ഒന്നാമത്തെ ഡ്രഗ് എരിത്രോമൈസിൻ. വൂഫിംഗ് കഫ് അഥവാ പെർട്ടൂസിസ്, വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണിത്. ബി പെർട്ടൂസിസ്, ദാറ്റ് ഈസ് ബോഡിടെല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയ കാരണമാണ് ഇതുണ്ടാവുന്നത്. ഇതിനെതിരെ എരിത്രോമൈസിൻ എഫക്റ്റീവാണ്. ചങ്ക്രോയിഡ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ സെൽവോൾ ഇല്ലാത്ത ഒരു ബാക്ടീരിയയാണ്. സെൽവോൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയക്കെതിരെ സെൽവോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ എഫക്റ്റീവായ ഏജൻസ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സാണ്. അതിന് എക്സാമ്പിളാണ് എരിത്രോമൈസിൻ. ഇത് കൂടാതെ ഡിഫ്തീരിയ, ടെറ്റനസ് എന്നീ കേസുകളിൽ ആൻറ്റിടോക്സിൻ്റെ കൂടെ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് എരിത്രോമൈസിൻ. അത് രണ്ടും പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. ഇത് കൂടാതെ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് എന്നിവ ട്രീറ്റ് ചെയ്യാനും എരിത്രോമൈസിൻ ഉപയോഗിക്കുന്നു. കൂടാതെ റുമാറ്റിക് ഫീവർ ആൻഡ് സബക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എന്നിവയുടെ പ്രൊഫിലാക്സിസിനും എരിത്രോമൈസിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഡ്രഗ് അസിത്രോമൈസിനാണ്. ഇതിൻ്റെ യൂസസ് നോക്കാം. ക്ലാമിഡിയൽ യൂറിത്രൈറ്റിസ്. ഇത് ട്രീറ്റ് ചെയ്യാൻ 1 gram സിംഗിൾ ഡോസ് അസിത്രോമൈസിൻ മാത്രം മതിയാവും. ക്ലാമിഡിയൽ യൂറിത്രൈറ്റിസ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. അതുപോലെ മറ്റൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ചങ്ക്രോയിഡ്. ഇവിടെയും അസിത്രോമൈസിൻ 1 gram സിംഗിൾ ഡോസ് മതിയാവും. അടുത്തത് PPNG, പെനിസിലിനേസ് പ്രൊഡ്യൂസിങ് നിസറിയ ഗൊണേറിയ യൂറിത്രൈറ്റിസ്. ഈ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനും അസിത്രോമൈസിൻ 1 gram ആണ് കൊടുക്കുന്നത്. ഒറ്റ ഡോസ് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ക്യൂറേറ്റീവ് ആക്ഷൻ ഉണ്ടാവും. ലിംഫോഗ്രാനുലോമ വെനീറിയം എന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ട്രെക്കോമ ഇൻ ഐ, ഡോനോവാനോസിസ്, ഇതും ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇത് കൂടാതെ ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ്, സൈനുസൈറ്റിസ്, ഒട്ടിറ്റിസ് മീഡിയ, ന്യൂമോണിയ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ റെസ്പിറേറ്ററി ട്രാക്ട് പ്രോബ്ലംസിലും അസിത്രോമൈസിൻ ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടിറ്റിസ് മീഡിയ ഈസ് ദ ഇൻഫെക്ഷൻ ഓഫ് ദ മിഡിൽ ഇയർ. ഇനി ചില സ്കിൻ ഇൻഫെക്ഷൻസിലും അസിത്രോമൈസിൻ ചൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് സ്റ്റഫൈലോകോക്കസ് സ്പീഷീസ് ഉണ്ടാക്കുന്ന സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്. ഇനി ക്ലാരിത്രോമൈസിൻ്റെ യൂസാണ്. നേരത്തെ പറഞ്ഞ പോലെ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന എച്ച് പൈലോറി എന്ന ബാക്ടീരിയക്കെതിരെയാണ് ക്ലാരിത്രോമൈസിൻ ഉപയോഗിക്കുന്നത്. അടുത്തത് മാക്രോലൈഡ്സിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അതിലൊന്നാമത്തെ ഡ്രഗ് എരിത്രോമൈസിൻ. എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് മീൻസ് പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ജസ്റ്റ് ബിലോ ദ റിബ്സ്. സിംപ്ലി പറഞ്ഞാൽ അപ്പർ അബ്ഡോമിനിൽ ഉണ്ടാവുന്ന പെയിൻ ഓർ ഡിസ്കംഫോർട്ടാണ് എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ്. എരിത്രോമൈസിൻ വളരെ ഹൈ ഡോസിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം റിവേഴ്സിബിൾ ഓട്ടോടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. ഡ്രഗ് നിർത്തുന്നതോടുകൂടി ഡിമിനിഷ് ചെയ്യുന്ന ഓട്ടോടോക്സിസിറ്റിയാണിത്. എരിത്രോമൈസിൻ്റെ എസ്റ്റർ ഫോം അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു.
ഒരു എസ്റ്റർ ഫോമാണ് എസ്റ്റോലേറ്റ്. ഈ എസ്റ്റോലേറ്റ് എസ്റ്റർ ഫോമിനൊരു പ്രശ്നമുണ്ട്. ഇത് അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല, കൊളിസ്റ്റാറ്റിക് ജോണ്ടിസും ഉണ്ടാവും. കൊളിസ്റ്റാറ്റിക് ജോണ്ടിസ് മീൻസ് ബൈലിൻ്റെ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഉണ്ടാവുന്ന ജോണ്ടിസ്. എസ്റ്റോലേറ്റ് എസ്റ്റർ ഫോമിനോട് അലർജിക് ആയ ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാവുക. എസ്റ്റോലേറ്റ് എസ്റ്റർ ഫോമിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സേഫറായ എസ്റ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എരിത്രോമൈസിൻ്റെ സ്റ്റിയറേറ്റ് എസ്റ്റർ ഫോമിന് ഇത്തരം അഡ്വേഴ്സ് എഫക്ട്സ് ഇല്ല. അസിത്രോമൈസിന് കമ്പാരിറ്റീവ്ലി മൈൽഡായ എപ്പിഗാസ്ട്രിക് അപ്സെറ്റും അബ്ഡോമിനൽ പെയിനും മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. മറ്റ് പ്രധാന അല്ലാത്ത അഡ്വേഴ്സ് എഫക്ട്സ് ആണ് ഹെഡേക്ക് ആൻഡ് ഡിസിനസ്. ഡിസിനസ് ഈസ് എ ഫീലിംഗ് ഓഫ് അൺസ്റ്റഡിനെസ്. തല കറങ്ങുന്നത് പോലെ തോന്നുന്ന ഒരു കണ്ടീഷനാണ് ഡിസിനസ്. നൗ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് മാക്രോലൈറ്റ്സ്. പേഷ്യൻസ് ചില ഡ്രഗ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ മാക്രോലൈറ്റ്സ് കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ സിസപ്രൈഡ് GITയിലുള്ള ചില കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. ടെർഫെനാഡിൻ ആൻഡ് എസ്റ്റിമിസോൾ, ഇത് രണ്ടും അലർജിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ്. ഈ ഡ്രഗ്സിൻ്റെ കൂടെ എരിത്രോമൈസിൻ കഴിച്ചാൽ അരിത്മിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് കാർഡിയാക് റിതം ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് ഇത്തരം ഡ്രഗ്സ് കഴിക്കുന്നവർക്ക് മാക്രോലൈറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി മാക്രോലൈറ്റ്സിൻ്റെ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ആണ്. ആദ്യം ഫുഡ് ഡ്രഗ് ഇൻ്ററാക്ഷൻസ്. എരിത്രോമൈസിൻ ആൻഡ് അസിത്രോമൈസിൻ, ഈ രണ്ട് മാക്രോലൈറ്റ്സിൻ്റെയും അബ്സോർപ്ഷൻ ഫുഡിൻ്റെ പ്രസൻസിൽ കുറവാണ്. ക്ലാരിത്രോമൈസിൻ അത്ര പ്രശ്നമില്ല. ക്ലാരിത്രോമൈസിൻ്റെ അബ്സോർപ്ഷൻ കുറയില്ല, പക്ഷേ അബ്സോർപ്ഷൻ കുറച്ച് വൈകി മാത്രമേ നടക്കുള്ളൂ. ഇനി ഡ്രഗ് ഇൻ്ററാക്ഷൻസ് പറയാം. എരിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ ആൻഡ് ടെലിത്രോമൈസിൻ, ഈ 3 മാക്രോലൈറ്റ്സും മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത് ലിവറിലാണ്. ലിവറിലെ സൈറ്റോക്രോം P450 എൻസൈം സിസ്റ്റമാണ് ഈ ഡ്രഗ്സിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇത് ലിവറിലുള്ള പ്രധാനപ്പെട്ട ഒരു എൻസൈം സിസ്റ്റമാണ്. ഈ എൻസൈം സിസ്റ്റം ഓക്സിഡേഷൻ വഴിയാണ് ഡ്രഗ്സിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഒരു പേഷ്യൻ്റ് എരിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ അല്ലെങ്കിൽ ടെലിത്രോമൈസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റോക്രോം P450 എൻസൈം സിസ്റ്റം ഈ ഡ്രഗ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഡ്രഗ്സിൻ്റെ കാര്യം മാത്രം നോക്കും. ഈ ഡ്രഗ്സിനെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം വഴി മെറ്റബോളൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഡ്രഗ്സിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഡ്രഗ്സ് കഴിക്കുമ്പോൾ ആ കൂടെ കഴിക്കുന്ന ഡ്രഗ്സിൻ്റെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം കുറയും. എല്ലാ ഡ്രഗ്സിൻ്റെ അല്ല, കൂടെ കഴിക്കുന്ന ഡ്രഗ്സിൻ്റെ മെറ്റബോളിസം ഓക്സിഡേഷൻ വഴിയാണ് നടക്കേണ്ടതെങ്കിൽ അത്തരം ഡ്രഗ്സിൻ്റെ മെറ്റബോളിസമാണ് ഈ പറഞ്ഞ മാക്രോലൈറ്റ്സ് കുറയ്ക്കുന്നത്. എല്ലാ മാക്രോലൈറ്റ്സും അല്ല. ഫോർ എക്സാമ്പിൾ അസിത്രോമൈസിനൊന്നും ഈ എഫക്റ്റ് ഇല്ല. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. എരിത്രോമൈസിൻ, ടെലിത്രോമൈസിൻ ആൻഡ് ക്ലാരിത്രോമൈസിൻ, ഇതിന് 3നും ഈ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഡ്രഗിൻ്റെ കൂടെ ഇനി പറയുന്ന ഡ്രഗ്സ് കഴിക്കുമ്പോഴാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻ ഉണ്ടാവുക. തിയോഫിലിൻ, കാർബമസപ്പിൻ, വാൽപ്രോയിറ്റ്, എർഗോറ്റാമിൻ ആൻഡ് വാർഫാറിൻ. തിയോഫിലിൻ ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്നു. കാർബമസപ്പിൻ ആൻഡ് വാൽപ്രോയിറ്റ് എപ്പിലെപ്സി ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. എർഗോറ്റാമിൻ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വാർഫാറിൻ ബ്ലഡ് കൊയാഗുലേഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഡ്രഗ്സൊക്കെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം വഴി മെറ്റബോളൈസ് ചെയ്യപ്പെടേണ്ട ഡ്രഗ്സാണ്. പക്ഷേ ഈ ഡ്രഗ്സിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ മാക്രോലൈറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവയുടെ മെറ്റബോളിസം കുറയും. ലിവറിൽ ഈ ഡ്രഗ്സിൻ്റെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം കുറയുമ്പോൾ ബ്ലഡിൽ ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ടോക്സിസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. ആദ്യത്തേത് അസസ്മെൻറ്റ് ആൻഡ് ഡ്രഗ് എഫക്റ്റ്.
പേഷ്യൻറ്റിന് ഏതെങ്കിലും മാക്രോലൈഡിനോട് അലർജി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഒരു മാക്രോലൈഡിനോട് അലർജി ഉണ്ടെങ്കിൽ മറ്റ് മാക്രോലൈഡ്സിനോടും അലർജി ഉണ്ടാവും. അലർജിയുടെ സൈൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രഗ് നിർത്തുകയും ഫിസിഷ്യനെ അറിയിക്കുകയും വേണം. പൊതുവെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴൊക്കെ സൂപ്പർ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതിൻ്റെ സൈൻസാണ് ലൂസ് സ്റ്റൂൾസ്, ഡയേറിയ. സൂപ്പർ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ നോർമൽ മൈക്രോഫ്ലോറയെ നശിപ്പിച്ച് കളയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാംഫുള്ളായ മൈക്രോബിയൽസ് GI ട്രാക്റ്റിൽ വളരാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ ആ കണ്ടീഷനെ സ്യൂഡോമെംബ്രേനിയസ് കൊളൈറ്റിസ് എന്ന് വിളിക്കാം. നേരത്തെ ഒരു ഇൻ്ററാക്ഷൻ പറഞ്ഞിരുന്നു. മാക്രോലൈഡ്സിൽ ചില ഡ്രഗ്സും ഓക്സിഡേറ്റീവ് മെറ്റബോളിസം വഴി മെറ്റബോളൈസ് ചെയ്യപ്പെടുന്ന മറ്റ് ചില ഡ്രഗ്സും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. ഫോർ എക്സാമ്പിൾ, തിയോഫിലിൻ, ഡിജോക്സിൻ എക്സെട്ര. മാക്രോലൈഡ്സിൻ്റെ കൂടെ കഴിക്കുന്ന ഇത്തരം ഡ്രഗ്സിൻ്റെ ബ്ലഡ് ലെവൽ നോക്കുന്നത് നല്ലതാണ്. ബിക്കോസ് മാക്രോലൈഡ്സിൽ ചിലത് ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാക്കും. അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഡ്രഗ്സിൻ്റെ ബ്ലഡ് ലെവൽ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയുള്ളത് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി ടീച്ചിങ് പോയിൻറ്റ്സ് ആണ്. മാക്രോലൈഡ്സ് കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നേരെ മറിച്ച് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. എരിത്രോമൈസിൻ, ടെലിത്രോമൈസിൻ ആൻഡ് ക്ലാരിത്രോമൈസിൻ, ഈ 3 ഡ്രഗ്സിനുമാണ് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസുമായിട്ട് ഇൻ്ററാക്ഷൻ ഉള്ളത്. നമുക്കറിയാം, ഈ 3 ഡ്രഗ്സും സൈറ്റോക്രോം P450 എൻസൈം സിസ്റ്റം വഴി മെറ്റബോളൈസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സാണ്. ഈ എൻസൈം സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസിനുണ്ട്. അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ആണ് കുടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ മാക്രോലൈഡ്സിൻ്റെ മെറ്റബോളിസം കുറയും. അത് ഈ മാക്രോലൈഡ്സിൻ്റെ ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. പൊതുവെ എല്ലാ മാക്രോലൈഡ്സിനും ഫുഡ് ഇൻ്ററാക്ഷൻ ഉണ്ട്. ഭക്ഷണത്തിൻ്റെ പ്രസൻസിൽ മാക്രോലൈഡിൻ്റെ അബ്സോർപ്ഷൻ കുറയും. ഇത് ഒഴിവാക്കാനുള്ള മെത്തേഡാണ് ഇനി പറയുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാക്രോലൈഡ് കഴിക്കുക. അല്ലെങ്കിൽ ഭക്ഷണത്തിന് 1 അവർ മുമ്പെങ്കിലും മാക്രോലൈഡ് കഴിക്കുക. എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റിൻ്റെ പ്രത്യേകത അറിയാലോ. സ്റ്റൊമക്കിൽ അത് ഡിസോൾവ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് ഇൻറ്റസ്റ്റൈനിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുകയുള്ളൂ. പക്ഷേ നമ്മളത് ചവച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഓൾറെഡി ആ കോട്ടിങ് ബ്രേക്ക് ആവും. അങ്ങനെ വരുമ്പോൾ സ്റ്റൊമക്കിൽ തന്നെ ഡ്രഗ് റിലീസ് ചെയ്യുകയും ഗ്യാസ്ട്രിക് ജ്യൂസ് എരിത്രോമൈസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ഇതൊഴിവാക്കാനാണ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യേണ്ടത്. എരിത്രോമൈസിൻ്റെ എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ് ഒരിക്കലും ചവച്ച് കഴിക്കാൻ പാടില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വിഴുങ്ങാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ദാറ്റ്സ് ഓൾ അബൌട്ട് മാക്രോലൈഡ്സ്.